നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതേ ഹനുമാനെ കുറിച്ചാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെയും പ്രത്യേകത അത് തന്നെയാണ്. ഹനുമാൻ ജയന്തിയാണ്. ഹനുമാന്റെ പിറന്നാളാണ്. ഈ മാർഗഴി മാസത്തിലെ 2 പിറന്നാൾ പറയാറുണ്ട്. ഒന്ന് ഈ മാർഗഴി മാസത്തിലെ ധനുമാസത്തിലെ കറുത്ത വാവിനാണ്. ഇന്ന് കറുത്ത വാവാണ്. അപ്പം ഇന്നാണ് ഹനുമാൻ ജനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതും ഹനുമാനെ കുറിച്ചാണ്. ഹനുമാന്റെ ജനനത്തെക്കുറിച്ച്, ഹനുമാന്റെ പ്രത്യേകതകൾ, ഹനുമാന്റെ ശക്തിയെക്കുറിച്ച്, ഹനുമാനെ ആരാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്. ഒട്ടേറെ പേര് ഹനുമാൻ ഭക്തരായിട്ടുണ്ട്. കാരണം എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കുന്ന ഏത് ആഗ്രഹവും സാധിപ്പിച്ചു തരുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള വാനരദേവനാണ് ഹനുമാൻ. ഹനുമാന്റെ ഭക്തി കണ്ടു പഠിക്കണം എന്നാ പറയാം. അതായത് എത്രമാത്രം ഭക്തി തൻ്റെ ശ്രീരാമചന്ദ്രനോട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ ഹനുമാന്റെ ദിവസം, അതായത് ഹനുമാന്റെ പിറന്നാളിന്റെ ദിവസം ഹനുമാനെ കുറിച്ച് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളും അത് തന്നെയാണ് പറയുന്നത്. അതുകൂടാതെ അലങ്കാരങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അതായത് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഒരു കുഞ്ഞുണ്ണിയായിട്ട് വിരലുണ്ണുന്ന ഉണ്ണിയായിട്ടായിരുന്നു ചാർത്തിണ്ടായിരുന്നു കേട്ടോ. ആലിലയിൽ കിടക്കുന്ന കണ്ണനുണ്ടല്ലോ, അതേപോലെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇന്നലത്തെ അലങ്കാരം ഈ ഉണ്ണിക്കണ്ണനാണെന്ന്, വിരലുണ്ണുന്ന ഉണ്ണിക്കണ്ണനാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നി. അതും കൂടെ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നലത്തെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആണ്ടാളിൻ്റെ കഥയായിരുന്നു. അത് ഭഗവാന്റെ പ്രിയപ്പെട്ട പ്രണയിനിയുടെ കഥ. അതായത് ഭഗവാനെ തൻ്റെ വരനായിട്ട് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവായിട്ട് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയായി കണ്ട് ആരാധിച്ചിരുന്ന ആണ്ടാളിൻ്റെ കഥയായിരുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പെരിയാഴ്വാറിൻ്റെയും. അപ്പോൾ ആ ഒരു കഥ പറഞ്ഞ അതേ ദിവസം തന്നെ ഭഗവാൻ ഈ ആലിലയിൽ കിടക്കുന്ന കുഞ്ഞുണ്ണിയായിട്ടുള്ള അലങ്കാരത്തിൽ വന്നപ്പോൾ അതൊരു പ്രത്യേകതയായിട്ട് തീർച്ചയായും തോന്നി. അതിൻ്റെ കാരണം കൂടെ പറയാം കേട്ടോ. ശ്രീവല്ലിപുത്തൂർ എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രം തന്നെയുണ്ട്. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭഗവാനും മഹാലക്ഷ്മിയാണ്. ഭഗവാന്റെ ഈ വടപത്രശായി ആയിട്ടുള്ള വടം എന്ന് പറഞ്ഞാൽ ആൽമരത്തിൻ്റെ പത്രം, ഇലയിൽ ശയിക്കുന്ന, അതായത് ആൽമരത്തിൻ്റെ ഇലയിൽ ശയിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് അവിടുത്തെ പ്രതിഷ്ഠ. ആ ഭാവം അതാണ്. ലക്ഷ്മി ദേവിയെ ആണ്ടാളുമായിട്ടാണ് അവിടെ ആരാധിക്കണത്. അത് ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ആ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലുള്ള തുളസി പറിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് കുഞ്ഞു ആണ്ടാളിനെ ഈ പെരിയ ആഴ്വാർക്ക് ലഭിക്കുന്നത്. ഈ 2 പേരുടെയും ജന്മസ്ഥലമായിട്ടാണ് ഇവിടെ കാണുക. അപ്പൊ നമ്മൾ ഇന്നലെ ഈ കഥ പറഞ്ഞപ്പോൾ അതേ ദിവസം തന്നെ ഈ കുഞ്ഞിക്കടനായിട്ട്, ഇത് വടപത്രശായി ആയിട്ടുള്ള ഭഗവാന്റെ അലങ്കാരം വന്നപ്പോൾ നല്ല സന്തോഷം തോന്നിട്ടോ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഇവിടെ നിന്ന് കഥ പറയുമ്പോൾ നമ്മുടെ ഭഗവാൻ അത് കേൾക്കാനായിട്ട് വരുന്നുണ്ടെന്നല്ലേ. ഭഗവാന്റെ പ്രിയപ്പെട്ട പ്രണയിനിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഭഗവാന് സന്തോഷം തോന്നിയില്ലേ അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഒരു അലങ്കാരം വന്നപ്പോൾ അത്രയേറെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ കഥ പറഞ്ഞ ആ ദിവസം തന്നെ വടപത്രശായി ആയിട്ടുള്ള ഭഗവാന്റെ അലങ്കാരം. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടെ അറിയിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കഥ പറയുമ്പോഴും ആ കഥ കേൾക്കുമ്പോഴും അത് എല്ലാവരുടെയും കൂടെ ഭഗവാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു നിമിത്തമാണത്, അതിൻ്റെ ഒരു സൂചനയാണത്. സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ഇന്നലെ വിരലുണ്ണുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ, ഈ ഒരു ഭാവത്തിൽ ആരാധിച്ചു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തവർക്കൊക്കെ, അങ്ങനെയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ കുട്ടികൾ ഉണ്ടാകും എന്നുള്ള വിശ്വാസമുണ്ട് കേട്ടോ. നമ്മൾ ആണ്ടാളിനെ കുറിച്ച് വായിക്കുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചിട്ടും അവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ അതിൽ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികളില്ലാത്തവർക്ക് ഈ വടപത്രശായി ആയിട്ടുള്ള ഭഗവാന്റെ രൂപത്തിൽ ആരാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്താന സൗഭാഗ്യം കൈവരും എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇതിനോടൊപ്പം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വടപത്രശായി ആയിട്ടുള്ള വിരലുണ്ടെന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം എല്ലാവരും നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ നന്നായി ഒന്ന് നമസ്കരിച്ചോളും. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് ഹനുമാനെ കുറിച്ച് പറയാം കേട്ടോ. ഇന്ന് ഹനുമാൻ ജയന്തിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹനുമാൻ ജയന്തിയുടെ ആശംസകൾ നേരെയാണ്. ഒട്ടേറെ ഭക്തർ ഹനുമാനെ ആരാധിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെയും സന്തോഷമുള്ള ദിവസമാണ്. അല്ലാത്തവർക്കും സന്തോഷത്തോട് കൂടിയിട്ട് ഹനുമാന്റെ കഥകളും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കേൾക്കാം കേട്ടോ. അപ്പോൾ ഹനുമാന്റെ ജയന്തിയാണ്, പിറന്നാളാണ്. വർഷത്തിൽ 2 പിറന്നാളായിട്ടാണ് ആഘോഷിക്കുന്നത് കേട്ടോ. ഒന്ന് ചൈത്രമാസത്തിലെ പൗർണമിക്കാണ്, ഒന്ന് ഈ മാർഗഴി മാസത്തിൽ, അതായത് ധനുമാസത്തിലെ കറുത്ത വാവിനാണ്. അപ്പം അത് ഇന്നാണ് ഹനുമാന്റെ ജനനം. വാനരദേവനായിട്ടുള്ള ഉത്തമ ഭക്തനായിട്ടുള്ള ഈ ഹനുമാന്റെ, അതായത് ആഞ്ജനേയന്റെ ജനനം.
അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജനനത്തെക്കുറിച്ച് പറയാം കേട്ടോ. കേസരി എന്ന് പറഞ്ഞിട്ടുള്ള വാനരനും അഞ്ജനയ്ക്കുമാണ് മകനായിട്ട് പുത്രനായിട്ട് ജനിക്കുന്നത്. അപ്പോൾ കേസരി എന്ന് പറയുന്നത് വാനരാണ്. അഞ്ജന എന്ന് പറയുന്നത് സ്വർഗ്ഗലോകത്തുള്ള ഒരു അപ്സരസായിരുന്നു. അപ്പോൾ ശാപമൊക്കെ കിട്ടിയിട്ട് ഭൂമിയിലേക്ക് ജനിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവർക്കാണെങ്കിലും വളരെ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് തപസ്സൊക്കെ അനുഷ്ഠിച്ചിരുന്നു ഈ ഒരു അഞ്ജന. തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് ഭഗവാൻ പ്രസാദിക്കുന്നത്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ശിവനും പാർവതിയും, അതായത് മഹാദേവനും പാർവതി ദേവിയും ഇവരിങ്ങനെ പല വേഷത്തിലാണല്ലോ നടക്കുക. അതായത് ഓരോരോ ഭാവത്തിൽ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോരുത്തരെ പരീക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വേഷം മാറിയിട്ടൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ വാനരന്മാരായിട്ട് കാട്ടിൽ ജീവിക്കുന്ന ഒരു സമയത്ത്, വാനരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാട്ടിൽ ജീവിക്കുക, അവിടുത്തെ പഴങ്ങൾ ഭക്ഷിക്കുക, യഥാർത്ഥത്തിൽ വാനരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു സമയത്താണ് പാർവതി ദേവി ഗർഭിണിയാകും. അങ്ങനെ പാർവതി ദേവിക്ക് ചെറിയൊരു സങ്കടം. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വാനര സ്ത്രീ ആയിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു വാനരക്കുട്ടി തന്നെയല്ലേ ഉണ്ടാകുക, കുരങ്ങൻ കുട്ടി തന്നെയല്ലേ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സങ്കടം. കാരണം ഓൾറെഡി ഒരു ആനക്കുട്ടി ഉണ്ട്. അതങ്ങനെ പറയണത് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കഥകൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും കുറച്ചും കൂടെ ലൈവായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടൊക്കെ കഥ കേൾക്കാം. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണത്. തെറ്റല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ ഒരു ആനക്കുട്ടി ഉണ്ട്, അപ്പോൾ പിന്നെ ഒരു കുരങ്ങുകുട്ടി വേണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ചിന്തയാണ് പാർവതി ദേവിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു സങ്കടം. അപ്പോൾ ഈ സങ്കടം മഹാദേവന് മനസ്സിലായി, എന്താന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമല്ലോ. അതിന് വേണ്ടിയിട്ട് വായുദേവൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ. അതെ, ഈ കുഞ്ഞിനെ ഒന്ന് സംരക്ഷിക്കൂ, ഒന്ന് ഏറ്റെടുത്ത് വളർത്തൂ എന്നൊക്കെ പറഞ്ഞു. വായുദേവനാണെങ്കിലോ ഭയങ്കര സന്തോഷം. കാരണം ശിവന്റെ കുഞ്ഞിനെയല്ലേ തന്നോട് ഏറ്റെടുക്കാനായിട്ട് പറയണത്. അപ്പൊ നല്ല സന്തോഷമായിട്ടോ. അപ്പൊ ഈ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ടല്ലേ അതിനെ ഏറ്റെടുക്കുക. അപ്പൊ ഇതിന് വളരാനായിട്ട് ഒരു അമ്മയുടെ ഗർഭപാത്രം ആവശ്യമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണല്ലോ, പൂർണ്ണ വളർച്ച എത്തിയിട്ടാണ് പ്രസവിച്ച് ഈ കുഞ്ഞ് ജനിക്കുക, അതായത് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. അപ്പൊ ആ ഒരു സമയം ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ആരുടെ വയറ്റിലാണ്, ആരുടെ ഗർഭത്തിലാണ് നിക്ഷേപിക്കുക എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇരുന്നിട്ട് ഇത് കേസരിക്കും അഞ്ജനയ്ക്കും കുഞ്ഞുങ്ങളൊന്നുമില്ല, അവർ തപസ് അനുഷ്ഠിക്കുകയാണെന്ന് അറിയണത്. അങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഈ അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയാണ് വായുദേവൻ. അങ്ങനെയാണ് അഞ്ജനയ്ക്കും കേസരിക്കും കുഞ്ഞ് ജനിക്കുന്നത് കേട്ടോ. അപ്പം അഞ്ജന പ്രസവിച്ചത് കൊണ്ട്, അഞ്ജനയ്ക്കുണ്ടായ കുഞ്ഞായതുകൊണ്ട് ആഞ്ജനേയൻ എന്നുള്ള ഒരു പേര് ലഭിച്ചു. പിന്നെ ശിവന്റെ പുത്രനാണെന്ന് പറയും, ശിവന്റെ അവതാരമാണ് ഹനുമാൻ എന്നും പറയാറുണ്ട് കേട്ടോ. വായുദേവൻ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് കൊണ്ട് വായുദേവന്റെ പുത്രനാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുറുമ്പനായിട്ടുള്ള കുട്ടിയായിട്ടാണ് ഈ ഹനുമാന്റെ ജനനം. അങ്ങനെ വായുപുത്രനായതുകൊണ്ട് തന്നെ വായു ഭഗവാന് വലിയ കാര്യമാണ് തൻ്റെ പുത്രന് കേട്ടോ. ഈ ചെറിയ ഉണ്ണിയുടെ കൂടെ കളിക്കാനൊക്കെ പോകുമ്പോൾ, കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ ഇലകൾ ഇങ്ങനെ പറത്തി വിടും. അപ്പോൾ ഈ കുട്ടി അതിന് പുറകെ ഇങ്ങനെ ഓടും. അങ്ങനെ രസകരമായിട്ട് ഇവർ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ നല്ല കുറുമ്പാണെന്ന് പറഞ്ഞല്ലോ, നല്ല ചുറുചുറുക്കും നല്ല കുറുമ്പും. അപ്പോൾ ഈ ഓടിച്ചാടി കളിയാണ്, കാരണം കുരങ്ങു കുട്ടിയാണല്ലോ, വനരക്കുട്ടിയാണല്ലോ. അപ്പോൾ പലതരത്തിലുള്ള കളികളും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഈ ശാരീരിക, അതായത് കായികാധ്വാനമുള്ള കളികളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരിക്കും അല്ലേ. കുട്ടികളൊക്കെ നന്നായി ഓടിച്ചാടി കളിക്കുകയാണ്. ഇപ്പം നന്നായി അധ്വാനിക്കുന്നവർക്കൊക്കെ നല്ല വിശപ്പുണ്ടാകും. അപ്പോൾ നമ്മുടെ ഹനുമാൻ കുട്ടിക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ. അങ്ങനെ എന്തായി, എന്ത് കിട്ടിയാലും അത് വിഴുങ്ങും. ഇപ്പോൾ ഭക്ഷണത്തിന് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമാണ്, പഴങ്ങൾ, അത് വേഗം വിഴുങ്ങും. അങ്ങനത്തെ ഒരു പ്രകൃതമാണ് ചെറിയ കുട്ടികൾ. അങ്ങനെയാണ്, അവർക്ക് എന്ത് കിട്ടിയാലും ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ തന്നെ ആവണമെന്നില്ല, എന്ത് കിട്ടിയാലും അപ്പോൾ വായിലേക്ക് ഇടും. അപ്പോൾ ഈ കുറുമ്പന്മാരുടെ കാര്യം ആലോചിച്ച് നോക്കി, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. അപ്പോൾ അങ്ങനെ അത്രയും കുറുമ്പനായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ എണീറ്റ് വരിക കേട്ടോ. അപ്പോൾ അഞ്ജനയാണെങ്കിൽ, അതായത് അമ്മയാണെങ്കിൽ പഴങ്ങളൊക്കെ പറിക്കാനായിട്ട് പോയിരിക്കാം, കുട്ടിക്ക് കൊണ്ടുവന്ന് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹനുമാൻ കുറച്ച് നേരത്തെ എണീറ്റു. നോക്കിയപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ. വിശക്കുന്നുണ്ട്, അമ്മേനൊട്ട് കാണുന്നില്ല. അമ്മേന്ന് കുറേ തവണയൊക്കെ വിളിച്ചു നോക്കി, പക്ഷെ അമ്മ അത് പറിക്കാൻ വേണ്ടി പോയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അമ്മ കേട്ടില്ല. അങ്ങനെ ഇനിയിപ്പോൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. കഴിക്കാനായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്കൊന്ന് നോക്കിയതാ. അപ്പോൾ ആകാശത്ത് നല്ല ചുവന്ന് തൊടുത്തിട്ടുള്ള ഒരു പഴം, സൂര്യനാണ് കേട്ടോ ഉദിച്ചുയർന്ന് വരിക, സൂര്യഭഗവാൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഹനുമാന് തോന്നി, ഹായ് നല്ല ഭംഗിയുള്ള പഴം, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, അപ്പം നല്ല രുചി ഉണ്ടാവും, എന്നാൽ പിന്നെ അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് പിടിക്കാനായിട്ടേ. അങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ കയറി നിന്നു കേട്ടോ ഹനുമാൻകുട്ടി. അപ്പോൾ വായുഭഗവാൻ വന്നിട്ട് പുറകിൽ നിന്ന് പതുക്കെ ഇങ്ങനെ തള്ളിവിടും. അപ്പോൾ അതൊരു പ്രത്യേക കളിയും കൂടിയാണ് അവരുടെ. അങ്ങനെ വായുവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പോൾ ഈ സൂര്യൻ്റെ അടുത്തേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കണതേ. അപ്പോൾ ചൂടൊക്കെ വരുന്നുണ്ട്, കുറച്ച് ഭാഗമൊക്കെ പൊള്ളലൊക്കെ ഏൽക്കുന്നുണ്ടെങ്കിൽ കൂടെ അത് വിഴുങ്ങണം. കാരണം എന്താണെന്ന് അറിയില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ, വിഴുങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഓടിപ്പാഞ്ഞു പോണത്.
അപ്പോൾ സൂര്യനും ചെറുതായിട്ടൊരു പേടിയുണ്ടോ? വായു ഭഗവാൻ വിളിച്ചു, സൂര്യനെ വിഴുങ്ങാനാണോ പോകുന്നത്? അപ്പോൾ ഇതിനെ എത്ര പിടിച്ചിട്ടും പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്നറിയാം. അങ്ങനെയാണ് ഇന്ദ്രൻ വരുന്നത് കേട്ടോ. ഇന്ദ്രൻ വന്ന് നോക്കിയപ്പോൾ ഇത് പറഞ്ഞാലൊന്നും കൂട്ടാക്കുന്ന കുട്ടിയൊന്നുമല്ല, അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു നിർത്തണമല്ലോ, സൂര്യൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ആകെ അബദ്ധമാകും. അതിന് വേണ്ടിയിട്ട് തൻ്റെ കയ്യിലുള്ള വജ്രായുധം കൊണ്ട് ഒറ്റ വെട്ടാ കൊടുത്തു. അപ്പോൾ ഈ വെട്ടുകൊണ്ടത് ഈ ചുണ്ടിൻ്റെ ഈ താടിയലുണ്ടല്ലോ, ഈ ഭാഗത്തായിട്ടാണ്. ഹനു എന്നാണ് പറയുക. ഹനു എന്ന് പറഞ്ഞാൽ ഈ താടിയലിൻ്റെ ഭാഗം, അവിടേക്കാണ് വെട്ടുകൊണ്ടത്. അപ്പോൾ വെട്ടുകൊണ്ടപ്പോൾ അവിടെ മുറിയുകയും ചെയ്തു, വീർക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹനുമാന്റെ ഈ ഒരു ഭാഗം വീർത്തത് എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ആ വെട്ടുകൊണ്ടത് ഹനുവിലായതുകൊണ്ടാണ് ഹനുമാൻ എന്നുള്ള ആ ഒരു പേരും കൂടെ ഹനുമാന് ലഭിച്ചത്. അപ്പോൾ അതാണ് ആ ഒരു പേരിൻ്റെ ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത്. അങ്ങനെ വെട്ടുകൊണ്ടപ്പോൾ എന്തായി? ഈ കുട്ടി വീണു, ബോധരഹിതനായിട്ട് വീണു കേട്ടോ. അങ്ങനെ വായുഭഗവാന് ഭയങ്കര സങ്കടമായി. ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ, അതിന് മരിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. അങ്ങനെ ഈ കുഞ്ഞിനെ വേഗം എടുത്തിട്ട് ഭൂമിക്കടിയിലേക്ക്, പാതാളത്തിലേക്ക് ചെന്നു വായുഭഗവാൻ. അങ്ങനെ വായു പോയി, കുഞ്ഞിനെ എടുത്തിട്ട് വായു പോയി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അവസ്ഥ? ശ്വസിക്കാനായിട്ട്, അത് അവിടുത്തെ ജീവജാലങ്ങൾക്ക്, മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും ഒന്നും ശ്വസിക്കാനായിട്ട് പിന്നെ വായു ഇല്ല. കാരണം കുഞ്ഞിനെ എടുത്തിട്ട് പോയേ. അങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടായി. എല്ലാ ദേവന്മാരും, ബ്രഹ്മാവും മഹാവിഷ്ണുവും ശിവനും, ശിവന്റെ കുട്ടിക്കല്ലേ ഇത് പറ്റിയത്, എല്ലാ ഇന്ദ്രനും എല്ലാ അഗ്നിയും എല്ലാവരും കൂടെ വന്നു ഇതിന് പരിഹാരം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ദേവന്മാർക്കൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും വായുവിനെ തിരികെ കൊണ്ടുവരണമല്ലോ, അപ്പോൾ ഈ കുട്ടിക്ക് ആപത്തൊന്നും സംഭവിക്കരുത്. അങ്ങനെ എല്ലാവരും അവിടെ നിന്നിട്ട് പറഞ്ഞു തുടങ്ങി, ഈ കുട്ടിക്ക് ഒരു ആപത്തും സംഭവിക്കില്ല, ഒരു ആയുധം കൊണ്ടും ഇവനെ കൊല്ലാനായിട്ട് വധിക്കാനായിട്ട് സാധിക്കില്ല, ഇവൻ ചിരഞ്ജീവിയായിട്ട് വാഴും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ശിവനാണെങ്കിൽ ശിവന്റെ കുട്ടിയല്ലേ, അപ്പോൾ വേണ്ടുവോളം അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൊടുക്കാനായിട്ട്. ഇവൻ കരുത്തനായിരിക്കും, ബലവാനായിരിക്കും, ഭക്തിയുള്ളവനായിരിക്കും, അങ്ങനെ 100 അനുഗ്രഹങ്ങൾ കൊടുക്കുക. അപ്പോൾ അഗ്നിദേവനും പറയുന്നുണ്ട്, അഗ്നിയിൽ ഒരിക്കലും ചുട്ടുപൊള്ളില്ല. അതായത് അഗ്നി കൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ കുഞ്ഞിനുണ്ടാകില്ല. അതാണ് ലങ്കാദഹനത്തിൻ്റെ ഒക്കെ സമയത്ത് അഗ്നിയിൽ വന്നെങ്കിലും കൂടെ ഒരു ബുദ്ധിമുട്ടുകളും ഒരു പൊള്ളലുകളും ഏറ്റിട്ടില്ല. അത് അഗ്നിദേവന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ എല്ലാ ദേവന്മാരും വന്നിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ കുട്ടിക്ക് നൽകി. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വായു ഭഗവാന് സമാധാനമായി, വേഗം കുഞ്ഞിനെ എടുത്തിട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെയാണ് വായു തിരികെ എല്ലായിടത്തേക്കും എത്തിയത് കേട്ടോ. അപ്പോഴേക്കും ഹനുവിനെ കാണാതെ, അതായത് ഹനുമാൻ കുട്ടീനെ കാണാതെ അഞ്ജനാദേവി അവിടെ നിന്നിട്ട് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹനു എവിടെയാന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുക, എവിടെ പോയി കളിക്കുക, എവിടെ കളിക്കാൻ പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടേ. കാരണം അഞ്ജന ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇത്രയും സൂര്യനെ വിഴുങ്ങാൻ പോയതും വായു ഭഗവാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ദേവന്മാരൊക്കെ വന്നതും അനുഗ്രഹങ്ങൾ ലഭിച്ചതും ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ കുട്ടീനെ ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും വേഗം കുട്ടീനെ കൊണ്ടാക്കണമല്ലോ. അങ്ങനെ വായു ഭഗവാൻ തന്നെ ഇങ്ങനെ ഒരു വായുവിൻ്റെ ഒരു കുഷ്യനൊക്കെ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ പതിയെ ഈ കുഞ്ഞിനെ അഞ്ജനാദേവിയുടെ അടുത്തേക്ക് എത്തിച്ചു. അങ്ങനെ തിരികെ എത്തിയിട്ടോ. ആരുമൊന്നും പറഞ്ഞില്ല. അത്രയും ബലവാനായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ഇങ്ങനെ വളർന്നു വരുന്നത്. കുറുമ്പ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി കുറുമ്പാ. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ കുറുമ്പുകളുടെ കഥകൾ പറയാറുണ്ട് അല്ലേ. ചെറിയൊരു അതേ പ്രായം തന്നെ സങ്കല്പിച്ച് നോക്കൂ, അത്രയും കുറുമ്പ്, കുട്ടിക്കുറുമ്പൻ തന്നെ. പിന്നെ കുരങ്ങൻ കുട്ടിയല്ലേ, അപ്പോൾ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഈ മരങ്ങളുടെ മുകളിലൊക്കെ ചാടി കയറി വാലുപയോഗിച്ചിട്ടുള്ള അഭ്യാസങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കുറുമ്പുകളാണ് ഈ കാട്ടിൽ പോയി കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടുക. എല്ലാത്തിനും കൂട്ടായിട്ട് വായുദേവനുണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഓടി കളിക്കുക, ചാടി കളിക്കുക, പറന്ന് കളിക്കുക, ഇതൊക്കെയാണ് കളികൾ. അങ്ങനെ ഈ കാട്ടിൽ പോയി കഴിഞ്ഞാലേ ഈ മൃഗങ്ങളതിനെ ഒന്നും വെറുതെ വിടില്ല. ഒരു കയ്യിൽ സിംഹത്തിനെ പിടിക്കും, ഒരു കയ്യിൽ കടുവനെ പിടിക്കും. രണ്ടുപേരുടെയും തല തമ്മിൽ ഇങ്ങനെ ഇടിപ്പിക്കും, ടേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് വേദനിക്കില്ലേ? അപ്പോൾ അവരുടെ നിലവിളി, ഇതൊക്കെ ഓരോ തരത്തിലുള്ള കളികളാണ് കേട്ടോ, ഓരോ തരത്തിലുള്ള ആസ്വാദനങ്ങളാണ്. ഈ ആനയുടെയൊക്കെ വാല് പിടിച്ച് കറക്കിയിട്ട് ദൂരെ എറിയുക, ആന അലറിയിട്ട് ഒരു ഭാഗത്ത് ചെന്ന് വീഴുക, ഇതൊക്കെയാണ് അവിടുത്തെ വിനോദങ്ങൾ. അപ്പോൾ ഇത്രയും ബഹളാണ് ഉണ്ടായിരിക്കുക. ഈ മൃഗങ്ങളുടെയൊക്കെ കൂട്ടക്കരച്ചിലും അതൊക്കെ ഒരു രസമാണ്. പൊതുവേ നമ്മൾ കുരങ്ങന്മാരിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഓരോന്ന് തട്ടിപ്പറിച്ച് വാങ്ങി അവരുടെ ആ ചേഷ്ടകൾ കാണാൻ തന്നെ ഒരു രസമാണ്. അപ്പോൾ കുറുമ്പുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും അറിവും ബുദ്ധിയും അതേപോലെ തന്നെ ശക്തിയും ഒക്കെയുള്ള ഒരു ഹനുമാൻ കുട്ടിയുടെ കാര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാട്ടിലാകെ ബഹളായിട്ടോ. കാട്ടിലേക്ക് ഇങ്ങനെ തപസ്സിരിക്കാനായിട്ട്, അതുപോലെ തന്നെ മഹർഷിമാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവർ തപസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവർക്കൊക്കെ വളരെ അരോചകമായിട്ട് തോന്നി, ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അവരേനൊന്നും ചെയ്യണില്ല കേട്ടോ. പക്ഷേ ഈ മൃഗങ്ങളുടെയൊക്കെ അട്ടഹാസങ്ങൾ, അലർച്ചകൾ അതൊക്കെ കേൾക്കുമ്പോൾ ആകെ ബഹളമായിട്ട് തോന്നി. അങ്ങനെ ഈ മഹർഷിമാരെല്ലാവരും കൂടിയിട്ട് ഈ ഹനുമാനെ ശപിച്ചു. അതായത് നിന്റെ കഴിവ് നീ തിരിച്ചറിയാതെ പോകട്ടെ എന്നുള്ളത്. അതായത് എത്രയേറെ ബലം തനിക്കുണ്ട് അത് നീ തിരിച്ചറിയാതെ പോകട്ടെ എന്നും പറഞ്ഞിട്ട് ശപിച്ചു. അപ്പോൾ ശാപം കേട്ടപ്പോൾ എല്ലാവർക്കും ആകെ ബുദ്ധിമുട്ടായിട്ടോ. ദേവന്മാരൊക്കെ പിന്നെയും വന്നു. ശിവന്റെ പുത്രനാണല്ലോ, വായു ഭഗവാനൊക്കെ വന്നു. അയ്യോ, ഇത് ഇന്ന കുട്ടിയാണ്, ഇത് ഹനുമാനാണ്, ശിവന്റെ മകനാണ്, പുത്രനാണ്, അപ്പം അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മഹർഷിമാർ പറഞ്ഞു,
എന്നാൽ ശരി, ഇത് ശാപം കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പ്രതിവിധിയും കൂടെ പറയൂലോ, അത് പ്രകാരമാണ് പറഞ്ഞത്. അതായത് ആരെങ്കിലും ഒരാൾ ഈ കഴിവിനെ പറ്റിയിട്ട് ഹനുമാന്റെ അടുത്ത് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓർമ്മ വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഹനുമാനാണെങ്കിൽ ഈ ശാപം കിട്ടിയതോട് കൂടിയിട്ട് ഒന്ന് ഒതുങ്ങി. കാരണം നമുക്ക് ശക്തി ഉണ്ട് എന്ന് തോന്നുമ്പോഴാണല്ലോ മറ്റുള്ളവരുടെ അടുത്തേക്ക് യുദ്ധത്തിന് പോകുക, ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടാനായിട്ട് പോകുക. അപ്പോൾ ഇതിനെപ്പറ്റി അറിയില്ല, അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളൂ. അത് ആ മഹർഷിമാരുടെ ശാപം കൊണ്ടാണ് അത് ഓർമ്മ വരാത്തത്. അപ്പോൾ പിന്നെ ഒന്ന് ഒതുക്കത്തിലായിട്ടോ, പിന്നെ ഒതുങ്ങിയിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഹനുമാൻ ഇപ്പോൾ സീതയെ രാവണൻ മോഷ്ടിച്ചു കൊണ്ടുപോയല്ലോ. അപ്പോൾ അവിടെ നിന്ന് സീതാദേവിയെ രക്ഷിച്ചു കൊണ്ടുവരാനുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുക്കണത്. അപ്പോഴും ഹനുമാൻ പറയുന്നുണ്ട്, ആരാന്ന് വെച്ചാൽ ചാടിക്കോട്ടെ, ലങ്കാദഹനത്തിന്റെ സമയത്തേ തനിക്കിതൊന്നും പറ്റില്ല എന്നുള്ള ഭാവത്തിലിരിക്കുക. ആ ഒരു സമയത്താണ് ജാംബവാൻ വന്നിട്ട് ഹനുമാന്റെ അടുത്ത് ഈ കഴിഞ്ഞ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണത്. കാരണം മഹർഷിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ ഈ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ആ ഓർമ്മ വരും, പിന്നെ ശക്തിമാനാകും എന്നുള്ളത്. അപ്പോൾ ജാംബവാൻ പറഞ്ഞു കൊടുക്കുക, അതേ നീയില്ലേ ചെറുപ്പത്തിൽ സൂര്യനൊക്കെ വിഴുങ്ങാൻ പോയിട്ടുള്ള ആളായിരുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ, ഇന്ന ശക്തികളൊക്കെ നിനക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ജാംബവാൻ ഹനുമാന്റെ അടുത്ത്. അപ്പോൾ ഹനുമാൻ ഒറ്റ ചാട്ടാണ് ലങ്കയിലേക്ക്, രാവണന്റെ അടുത്തേക്ക്. എന്നിട്ടാണ് ആ ഒരു പാട്ടുണ്ട്, ചാടി ഹനുമാൻ രാവണന്റെ മതിലിന്മേൽ ഇരുന്നു ഹനുമാൻ രാവണനോടൊപ്പത്തിൽ പറഞ്ഞു ഹനുമാൻ രാവണനോട് ഇത്തരം, എന്താണ് രാവണ നീ സീതയെ കക്കാൻ കാരണം, നിന്നോട് ആരെങ്കിലും ചൊല്ലിയിട്ടോ നിന്റെ മനസ്സിൽ തോന്നിയിട്ടോ? അങ്ങനെയാണ് അത് ചോദിക്കുക. അത്രയും ശക്തി തനിക്കുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഒറ്റ ചാട്ടം അങ്ങോട്ട് ചാടിക്കൊടുത്തത്. എങ്ങനെയാണ് സീതാദേവിയെ രക്ഷിക്കാനുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ രാവണ യുദ്ധത്തിലെ പരിക്കുകളൊക്കെ പറ്റിയല്ലോ നമ്മുടെ ലക്ഷ്മണനെ. അപ്പോൾ എന്തായി, അദ്ദേഹത്തിൻ്റെ പരിക്കുകളൊക്കെ സുഖമാക്കാൻ വേണ്ടിയിട്ട് ഹിമാലയത്തിൽ പോയിട്ട് അവിടെ നിന്ന് ഔഷധ സസ്യങ്ങളൊക്കെ എല്ലാം ആ മരുത്വാമല ചുമന്ന് കൊണ്ടുവന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഹനുമാൻ ചെയ്തു. അതെപ്പോഴാണ്, ആ ശാപം കാരണം ഒന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ശാപം മോക്ഷം, അല്ലെങ്കിൽ മോക്ഷം എന്നല്ല ഉദ്ദേശിക്കണത്, ആ ശാപത്തിൽ നിന്നുള്ള ഒരു കരകയറ്റം ഉണ്ടായത് ജാംബവാൻ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ്. അപ്പോഴാണ് താൻ വലിയ ശക്തിമാനാണെന്ന് തിരിച്ചറിയുന്നതും ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ, അത് അറിയാവുന്നവരുണ്ടായിരിക്കും, ഞാൻ ചൊല്ലാറില്ല കേട്ടോ, പക്ഷെ ഹനുമാനെ സേവിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അത് അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് ചൊല്ലാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ചൊല്ലാൻ അറിയാത്തവരാണെങ്കിൽ അത് കേൾക്കാമല്ലോ, നമുക്കത് ഇപ്പോൾ യൂട്യൂബിലോ ഒക്കെ പ്ലേ ചെയ്തിട്ട് അത് കേൾക്കാനായിട്ടും സാധിക്കും. അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം, എല്ലാ ദിവസവും നമ്മളത് വീടുകളിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ എല്ലാ തരത്തിലുമുള്ള നെഗറ്റിവിറ്റികളെയൊക്കെ ഒഴിവാക്കാനായിട്ട് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് പിറന്നാളായതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം അത് കേൾക്കുന്നത് അല്ലെങ്കിൽ ചൊല്ലുന്നത് ഒക്കെ വളരെ ഉത്തമമായിട്ട് കണക്കാക്കാറുണ്ട് കേട്ടോ. ഏറ്റവും നല്ലത് രാമനാമം ചൊല്ലുക, അത് എല്ലാവർക്കും നല്ലത് എന്നല്ല കേട്ടോ, നല്ലത് ഒരുപാടുണ്ട്, നല്ലതിന് അറ്റമില്ല. അപ്പോൾ ഒന്നിപ്പോൾ ഈ ചാലിസയൊന്നും അറിയാത്തവർക്കായിട്ട് ഏറ്റവും ഉത്തമമായിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം രാമനാമം ചൊല്ലണം. അത് നന്നായിട്ട് ചൊല്ലുക. ഹനുമാന്റെ അനുഗ്രഹം എല്ലാവർക്കും വേണ്ടുവോളം ലഭിക്കും. അപ്പോൾ ഇന്ന് ഹനുമാന്റെ പിറന്നാളായതുകൊണ്ട് തന്നെ ഹനുമാന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഏതൊക്കെ രീതിയിൽ ആരാധിക്കാമെന്നും കൂടെ പറയാം കേട്ടോ. ഹനുമാന്റെ മുഖ്യപ്രതിഷ്ഠുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ഉപദേവനായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കും, അവിടെ ദർശനം നടത്തുക. പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുന്നത് വെറ്റിലമാല, വടമാല, നാരങ്ങമാല, അവിൽ സമർപ്പണം, ഇതൊക്കെയാണ്. ഇപ്പോൾ വെറ്റിലമാലയൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ കോർത്തിട്ട് കൊണ്ടുപോയി ചാർത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ കുങ്കുമം കൊണ്ടുള്ള സിന്ദൂരം കൊണ്ടുള്ള അഭിഷേകം ഉണ്ട്. ഈ അഭിഷേകം ചെയ്ത സിന്ദൂരം നമ്മൾ തൊട്ട് കഴിഞ്ഞാലേ ദൃഷ്ടിദോഷം, അതുപോലെ ശത്രുദോഷങ്ങൾ, ഇതൊക്കെ മാറാനായിട്ട്, എന്തെങ്കിലും അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. പിന്നെ ഹനുമാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ശനിദോഷങ്ങൾ, ശനി സംബന്ധമായിട്ടുള്ള ഏത് ദോഷമാണെങ്കിലും അതിൻ്റെ കാഠിന്യം കുറവേ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അയ്യപ്പനെയും ഗണപതിയെയും ഹനുമാനെയും ആരാധിക്കാം ശനിദോഷങ്ങളൊക്കെ കുറയാനായിട്ട്, അതിൻ്റെ കാഠിന്യം കുറയാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാം. പിന്നെ ഒന്ന് നാമം ചൊല്ലുക എന്നുള്ളതാണ്. ഏത് വ്രതം എടുക്കുമ്പോഴും ഏത് പ്രധാനപ്പെട്ട ദിവസങ്ങളാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് നാമം ചൊല്ലാം, ഭഗവാനോട് കൂടെ ആയിരിക്കാം. അപ്പോൾ ഹനുമാന്റെ ജയന്തി ആയതുകൊണ്ട് തന്നെ രാമനാമം ചൊല്ലാം. അത് പീരീഡ്സ് ആണെങ്കിൽ പുലവാലായ്മ ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാലോ. അപ്പോൾ രാമനാമം ചൊല്ലാം, അത് നന്നായി തന്നെ നാമം ചൊല്ലുക. പിന്നെ ഹനുമാൻ ചാലീസ, അത് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഇപ്പം അറിയാത്തവരാണെങ്കിൽ അത് കേൾക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ വീടുകളിലുള്ള നെഗറ്റീവ് എനർജികളെയൊക്കെ മാറ്റാനായിട്ട് വളരെ വളരെ നല്ലതാണ് ഇന്നത്തെ ഒരു ദിവസം ഹനുമാൻ ചാലീസ കേൾക്കുന്നതും ചൊല്ലുന്നതും. ഏറ്റവും പ്രധാനമായിട്ട് രാമനാമം ചൊല്ലുക എന്നാണ് പറയാനായിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹനുമാന്റെ അനുഗ്രഹം, അതായത് ഹനുമാനിലൂടെ ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം നമുക്ക് എല്ലാവർക്കും ലഭിക്കും എന്നാണ് പറയുക. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും
ഹനുമാന്റെ പിറന്നാൾ ആശംസകൾ നേരെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം നന്നായി തന്നെ ആചരിക്കൂ, ഹനുമാന്റെ പിറന്നാൾ ആഘോഷിക്കൂ, നന്നായി ആചരിക്കൂ. അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇതോടുകൂടി അവസാനിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ഇനി പുതിയ വിശേഷങ്ങളും അതേപോലെ തന്നെ അലങ്കാരവും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.